ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ജേണൽ സപ്ലൈസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരും ജേണൽ ചെയ്യാതിരിക്കേണ്ട. കുറച്ച് A4 ഷീറ്റ്സും കളർ പെൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളൊരു A4 ഷീറ്റ് എടുക്കുക, അത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രിൻ്റ് അതിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ പ്രിൻ്റ് വരച്ചു കൊടുക്കുമ്പോൾ അത് ഭയങ്കര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ റാൻഡമായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെന്നൊന്നും ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രയോൺസ് വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെയിൻറ്റ് വെച്ചോ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 പാറ്റേൺസാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് വാഷി ടേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വാഷി ടേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ വിട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ വരച്ചു കൊടുക്കുക. ഞാനിവിടെ 2 പാറ്റേണാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റം വിട്ടു പോരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പേപ്പർ അതിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാഷി ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ ഈസി ആയിട്ട് വാഷി ടേപ്പ് ഉണ്ടാക്കിയെടുത്തു. ഞാനിവിടെ 2 ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വെള്ളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ പിൻട്രസ്റ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഇമേജ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫോൺ ഉപയോഗിച്ച് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് പെന്നോ ഉപയോഗിച്ച് ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ശേഷം കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് കുറച്ച് സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യാം. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. അതിനുശേഷം ഇത് കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എടുത്തിട്ട് ഇത് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്റ്റാമ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്റ്റാമ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളൊരു A4 ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രിൻ്റ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കട്ട് ചെയ്തെടുക്കുക. അതായത് 6 ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഞാനിവിടെ 3 സ്റ്റാമ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതും വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാമ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ 2 സർക്കിളും വെട്ടിയെടുക്കുക, 2 സ്റ്റിക്കും വെട്ടിയെടുക്കുക ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നിങ്ങളിത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു കളർ പേപ്പർ വെച്ചൊന്ന് കവറോട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രിൻറ്റ് ഫോം ബോർഡിൽ വെട്ടിയെടുക്കുക അല്ലെങ്കിൽ കാർഡ് ബോർഡിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ആ വെട്ടി ഒട്ടിച്ച ഭാഗത്തേക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഒന്ന് കളർ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളൊരു പേപ്പറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജേണൽ സപ്ലൈസ് ഒക്കെ അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിനി വരും ദിവസങ്ങളിൽ ഈ ജേണൽ സപ്ലൈസ് ഒക്കെ ഉപയോഗിച്ച് ജേണൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.